ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് കുറേ നാളായെന്നറിയാം, ബട്ട് ഇന്നത്തെ വ്ളോഗ് ബർത്ത്ഡേ ഷോപ്പിംഗ്. അപ്പം എൻ്റെ ബർത്ത്ഡേ വരെയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് പോവാം. ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കണം പുതിയത്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഇന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പുറത്ത് നിന്നൊക്കെ പേപ്പറൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മൾ പോകുന്നത് രാംലി മാളിലുള്ള ലുലുവിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആക്ച്വലി എനിക്കൊരു വാച്ച് വാങ്ങാനാണ്. അപ്പം ഞാനിത് കഴിഞ്ഞൊരു 2 to 3 വീക്സ് ബാക്ക് നമ്മൾ സേമിവിസ് ലുലു തന്നെ വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഷോപ്പിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി അവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നേരം നമ്മൾ നോക്കി വെച്ചൊരു സാധനം അങ്ങനെ അത് തന്നെ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു പോകാനുള്ള പ്രോബിലിറ്റി ചാൻസസ് കുറവല്ലേ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് അതവിടെ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട്. ബിക്കോസ് വേറെ ബ്രാഞ്ചസിലൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ പോയി ഫസ്റ്റ് നോക്കിയത് അതവിടെ ഉണ്ടാവണേന്നായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കി വെച്ചിരുന്ന അതേ വാച്ച്, ആ സെയിം പീസ് തന്നെ അതവിടെ ഉണ്ടായിരുന്നു. ആ ബ്ലൂ കളർ ഡയലുള്ള കുട്ടി ഡയലുള്ള വാച്ച്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസ്റ്റിൻ്റെ ഏരിയ ഭയങ്കര ചെറുതാണ് കൈ. അപ്പം അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ള ഡയലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ ഡയൽ മാത്രമേ ഉള്ള സ്ഥലമേ കാണുള്ളൂ. സ്ട്രാപ്പിന് ഒട്ടും സ്പേസ് കാണില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒറ്റ എണ്ണം മാത്രമാണ് കുട്ടി ഡയലുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു അത്. എന്നാലും ഇന്ന് വന്നപ്പോഴത്തേക്കും വേറെ 2-3 എണ്ണം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറെ നോക്കുന്നതൊക്കെ ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡും ഇച്ചിരി സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത്ര എനിക്കങ്ങോട്ട് വെച്ചിട്ടും മറ്റേൻ്റെ അത്ര അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അടുത്തത് ട്രൈ ചെയ്തത് ഒരു പിങ്ക് കളർ ഡയലിൽ ജസ്റ്റ് വിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ അതും എടുത്തു. അതായിരുന്നു ഇത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ലീ കൂപ്പർ ബ്രാൻഡിൻ്റെ വാച്ചായിരുന്നേ. അപ്പോൾ ഈ പിങ്ക് ആണെങ്കിലും എൻ്റെ മുഖത്ത് കണ്ടില്ല. അമ്മ ഇരുന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ആ കൊള്ളാം പിങ്ക് കൊള്ളാം. അമ്മയ്ക്ക് ഞാൻ ആദ്യം എടുത്ത റോസ് ഗോൾഡ് ഇഷ്ടപ്പെട്ടു, ഈ പിങ്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഈ ബ്ലൂ ഇങ്ങനത്തെ മെറ്റൽ ടൈപ്പ് ജെൻസ് കൈൻഡ് ഓഫ് ടൈപ്പ് വാച്ചല്ല, അങ്ങനത്തെ വാച്ച് വലിയ താല്പര്യം. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഫൈനലി അതിൽ തന്നെ എത്തി. ഇത് തന്നെ മതി, ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇത് തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ അളവ് നോക്കിയിട്ട് സ്ട്രാപ്പൊക്കെ മുറിക്കണമായിരുന്നു. അപ്പോൾ സ്ട്രാപ്പൊക്കെ മുറിച്ചെല്ലാം സെറ്റ് ചെയ്തത് ഫൈനലി ഞാൻ കയ്യിലിട്ട് നോക്കിയതാണ്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. നല്ലൊരു പർച്ചേസായിരുന്നു. നിങ്ങൾ കമൻസിൽ പറയണേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഡ്രസ്സ് ഹണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇട്ട് നോക്കുന്നതിനേക്കാൾ മുമ്പേ അത് കാണുമ്പം എനിക്കൊരു അട്രാക്ഷൻ തോന്നണം. ലൈക്ക് ആ ഡ്രസ്സ് നമ്മളെ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കയറിയ ഷോപ്പ് R&B ആയിരുന്നു. അവിടെ കയറിയിട്ട് ഞാൻ 2-3 ഡ്രസ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ നോക്കി പോവുമായിരുന്നു. അപ്പോൾ നോക്കി പോകുമ്പം ഒന്നും എനിക്കങ്ങോട്ട് പ്രത്യേകിച്ച് കണ്ടിട്ട് വാവ് കൊള്ളാം, ഇട്ട് നോക്കണം എന്നുള്ള തോന്നലില്ലേ, അത് തന്നെ അങ്ങോട്ട് അവിടുത്തെ കളക്ഷനൊന്നും കണ്ടിട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് എല്ലാം ഒരു അറബിക് അറബിക് പീപ്പിളിനൊക്കെ ഇടാൻ പറ്റിയ കൈൻഡ് ഓഫ് ഡ്രസ്സുകളായിരുന്നു. ലൈക്ക് ഭയങ്കര വലിയ സ്ലീവും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഐ വോണ്ട് സംതിങ് ഒരു പ്രിറ്റി ക്യൂട്ട്, ഒരു ഭംഗിയുള്ള ഒരു സാധനമായിരുന്നു തപ്പി. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ക്യാമറയുടെ ആംഗിൾ ഇച്ചിരി ലോ ആണ്. ജസ്റ്റ് വേഗം ഇങ്ങനെ ഓടിച്ച് നോക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ റെഡ് ടാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് ടാഗിലൂടെ പോയി നോക്കാം. അവിടെ ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിറ്റി സെൻറ്റർ വേറൊരു മാളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ റെഡ് ടാഗിൽ പോയി. റെഡ് ടാഗിൽ ചെന്ന ഉടനെ ജസ്റ്റ് ഇതേപോലെ തന്നെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്കേർട്ടായിരുന്നു. അതിൽ നല്ലൊരു നെറ്റ് സ്കേർട്ടായിരുന്നു. ആൻഡ് അതിൽ കുട്ടി ഇങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത്.
എന്നിട്ട് ഇനി അതിന് മാച്ചിങ് ആയിട്ടൊരു ടോപ്പ് വേണമല്ലോ. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് പോലെയാണ്. അപ്പോൾ ടോപ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ബ്ലാക്ക് കളർ, കാരണം ബ്ലാക്ക് ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ വരുന്ന തന്നെ ഒരു ടോപ്പ് ഞാൻ കണ്ടു. അപ്പം അത് രണ്ടും കൂടി എടുത്ത് ക്ലബ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ട്രയൽ റൂമിൽ പോയി ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഇട്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഒരു ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ ഒരു ലുക്കുണ്ട്, ഒരു വൈബുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ക്യൂട്ട്, ഭയങ്കര പ്രിറ്റി ആയിരുന്നു. എന്നിട്ട് പിന്നെ അമ്മയെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുകയായിരുന്നു ഡ്രസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഡ്രസ്സേ എടുത്തുള്ളൂ, ഒറ്റ ഡ്രസ്സേ ട്രയൽ ചെയ്ത് നോക്കിയുള്ളൂ. ആൻഡ് അത് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു, അത് തന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയും പറഞ്ഞു ആ കൊള്ളാം. അപ്പോൾ പിന്നെ ഇനി വേറൊരു കടയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാൻ ഇത് തന്നെയായിരുന്നു ഫിക്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഞാൻ പല ലൈറ്റിങ്ങിൽ പല സ്ഥലത്ത് പോയി നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ആക്ച്വലി. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഈ സ്കേർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ബട്ട് എനിക്ക് അധികം ഒന്നും സ്കേർട്ട്സ് ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒരു ലോഡ് സാധനം വാങ്ങി. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല കൊട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ വാച്ച് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വാച്ചിൻ്റെ ക്ലിയർ ക്ലോസപ്പ് ലുക്ക്. ലീ കൂപ്പറിൻ്റെ ഇത് വുമൻസ് വാച്ച് തന്നെയാണ് കേട്ടോ. ബട്ട് അതിനൊരു പ്രത്യേക ഒരു ക്ലാസ്സിക് ലുക്കില്ലേ. അപ്പോൾ കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ അധികം എനിക്ക് വാച്ചസ് ഇല്ല, ഞാൻ വാച്ച് ഇടാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ ഒരു നല്ലൊരു വാച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഒറ്റ ഡ്രസ്സേ ട്രയൽ ചെയ്തുള്ളൂ, അത് തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തു, അത് നമ്മളെടുത്തു. അപ്പോൾ എൻ്റെ ഈ ചോട്ടൂസ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. Until next time, this is me, Aishu, signing off from Aishu Tees World.